റമളാൻ കരീം. എല്ലാവരും നോമ്പ് പിടിച്ച് ക്ഷീണിച്ചിരിക്കുകയാണോ? ചൂടൊക്കെ എങ്ങനെ പോകുന്നു? അപ്പോൾ നമ്മൾക്കിന്ന് ഒരുപാട് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാത്തത് ഞാൻ കുറച്ച് ബിസി ആയതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊരു പോക്കറ്റ് ഷവർമ ഉണ്ടാക്കാം. വീഡിയോയിലോട്ട് പോയാലോ? അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ഒരു ക്യാരറ്റ്, ഒരു ക്യാബേജ്, ഇച്ചിരി മല്ലിയില, ഒരു സവാള എന്നിവ ചേർത്ത് നല്ലപോലെ കൊത്തി അരിഞ്ഞ് എടുക്കണം. ചോപ്പ് ചെയ്യരുത്, ജസ്റ്റ് നമ്മളൊന്ന് പിച്ചാത്തിക്ക് കൊത്തിയെടുക്കാവുള്ളൂ. അതിനകത്തേക്ക് ഉപ്പും കുരുമുളകും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് പുഴുങ്ങിയ ചിക്കനാണ്, ഉപ്പും കുരുമുളകും ചേർത്ത് പുഴുങ്ങിയെടുത്ത ചിക്കനാണ്. ആ ചിക്കൻ വെള്ളം വാർന്നതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, ഇച്ചിരി മുളക് പൊടി, ഇച്ചിരി ഗരം മസാല ചേർത്ത് ഫ്രൈ പാനിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതായത് ഷവർമയുടെ ടേസ്റ്റിൽ മിക്സ് ചെയ്തെടുക്കുക. ഇതും കൂടെ ഒരുമിച്ച് ചേർത്ത് മിക്സ് ചെയ്യുക, നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഇനി അതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് മയോണൈസാണ്. അതായത് മയോണൈസ് ഉണ്ടാക്കാൻ ഇപ്പോൾ കുഞ്ഞു മക്കൾക്ക് വരെ അറിയാം, എങ്കിലും ഒന്ന് പെട്ടെന്ന് പറഞ്ഞു തരാം. നല്ല തിക്കായിട്ട് കിട്ടണം. അതിനോട്ട് വേണ്ടിയിട്ട് മുട്ട, വിനാഗർ, 2-3 അല്ലി വെളുത്തുള്ളി, സൺഫ്ലവർ ഓയിൽ, ഉപ്പ്, കുരുമുളക് ചേർത്ത് പയ്യെ അരച്ച് മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നതാണ് മയോണൈസ്. അപ്പോൾ അത് നല്ലതുപോലെ മിക്സ് ചെയ്ത് എല്ലാം കൂടെ നല്ലപോലെ എല്ലാത്തിനും മയോണൈസ് പിടിച്ചത് രീതിയിൽ ഇതുപോലെ ആക്കിയെടുക്കുക. നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഉപ്പും കുരുമുളകും ടേസ്റ്റ് ചെയ്ത് നോക്കണം, എങ്ങനെയാണ്, എല്ലാം ലെവലാണോ എന്ന് നോക്കുക. അപ്പോൾ അകത്ത് കറണ്ട് പോയപ്പം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ലേറ്റ് വേണ്ടേ, ഇത് ചെയ്യണ്ടേ. അപ്പോൾ ഈക്ക കാണിക്കുന്നത് പോലെ തന്നെ ബ്രെഡിൻ്റെ 4 വശവും ചെത്തി മാറ്റുക. ആ മാറ്റി വെച്ചിരിക്കുന്ന ഭാഗം മിക്സിയിലിട്ട് കറക്കിയെടുക്കുകയാണെങ്കിൽ ഇത് മുക്കിയെടുക്കാനുള്ള ബ്രെഡ് ക്രംസ് റെഡിയാവും. അതുപോലെ നൈസായിട്ട് ചെയ്തെടുക്കുക. പിന്നെ ഇത് ഞങ്ങൾ കട്ട്ലേറ്റിനുള്ള മിക്സാണ്. കട്ട്ലേറ്റിൻ്റെ മിക്സ് ചെയ്യുന്ന വീഡിയോ ഞാൻ പുറകെ ഇടാം. ആദ്യം ഇത് കഴിയട്ടെ. അപ്പോൾ അത് ബ്രെഡ് മുക്കുന്നതിന് വേണ്ടിയിട്ട് 2 മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബ്രെഡിൻ്റെ സൈഡ് അരഞ്ഞ് വെച്ചിട്ടുണ്ട്, ക്രംസും ഉണ്ട്. എണ്ണ ചൂടായി, അറിയാലോ കറണ്ടില്ല. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഈ 2 ബ്രെഡ് ഒരുമിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ മുട്ടയിൽ ഡിപ്പ് ചെയ്ത് അതിനുശേഷം ആ ബ്രെഡ് ക്രംസിൽ മുക്കി നല്ലതുപോലെ തിരിച്ചും മറിച്ചും സെറ്റ് ചെയ്തതിന് ശേഷം മാറ്റി വെക്കുക. അങ്ങനെ ഓരോ ബ്രെഡും ഈ പറഞ്ഞ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക. തിളപ്പിച്ച എണ്ണയിലോട്ട് ഇട്ട് നല്ലതുപോലെ 2 സൈഡും കരിഞ്ഞു പോകാതെ ചെയ്യുക. എണ്ണയുടെ കളർ നോക്കണ്ട, കട്ട്ലറ്റ് പൊരിച്ച എണ്ണയാണ്, അതാണ് ആ കളർ. അതിനുശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ 2 സൈഡും നല്ലതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇതേപോലെ ഒരു പോക്കറ്റ് ഷേപ്പിൽ കിട്ടണം. അങ്ങനെ അത് ചെയ്തു. ഇനി നമുക്ക് ഇതിനകത്തുള്ള ഫില്ലിങ് ശരിയാക്കാം. അറിയാലോ, ഈ സംഭവം നമ്മൾ നേരത്തെ ഫില്ല് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ പോക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് 2 സൈഡിലും സോസ് നല്ലപോലെ സ്പ്രെഡ് ചെയ്യുക. ടൊമാറ്റോ സോസ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിനകത്തോട്ട് ഈ ഫില്ലിങ് വെച്ച് കൊടുത്ത് ഓരോന്നോരോന്നും ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. പല വീഡിയോസ് പല രീതിയിൽ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഇതും കൂടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ.